ബൾബുകൾ ചെക്ക് ചെയ്ത് മാറ്റിയിടുന്ന വിധം. ഈ സെഷനിൽ നമുക്ക് ഒരു ഇരുചക്രവാഹനത്തിലെ ബൾബുകൾ ചെക്ക് ചെയ്ത് മാറ്റിയിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ സെഷൻ തീരുമ്പോൾ നിങ്ങൾക്ക് ഇരുചക്രവാഹനത്തിലുള്ള ബൾബുകൾ മാറ്റിയിടാൻ സാധിക്കും. ഇത് ചെയ്യുന്നതിന് മുൻപേ ഇതിന് ആവശ്യമുള്ള ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അവ ഇടത്തരം ഫിലിപ്സ് സ്ക്രൂഡ്രൈവർ, സ്പാനർ സെറ്റ്, തുടയ്ക്കാനുള്ള തുണി, ആവശ്യമുണ്ടെങ്കിൽ മാറ്റിയിടാനുള്ള ബൾബുകൾ എന്നിവയാണ്. ഈ ജോലിക്കുള്ള നടപടികൾ ഓരോന്നായി നോക്കാം. പുതിയതായി ഇറങ്ങുന്ന മോട്ടോർ സൈക്കിളുകൾക്ക് പല രൂപത്തിലും സൈസിലുമുള്ള ഹെഡ്ലൈറ്റ് ലെൻസുകൾ ഉണ്ട്. മിക്കവാറും ബീം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ലാമ്പിന് താഴെയായി കാണും. ഈ സ്ക്രൂ മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത്. അത് സെറ്റ് ചെയ്തിരിക്കുന്നതും മാറ്റരുത്. മോട്ടോർ സൈക്കിൾ ആദ്യം ഉറപ്പുള്ള നിലത്ത് പാർക്ക് ചെയ്യുക. ഹെഡ്ലാമ്പിന് താഴെ നിന്ന് ഫ്രെയിമിലേക്കുള്ള ഏരിയ ചെക്ക് ചെയ്യുക. ഹെഡ്ലാമ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്ന 1-2 സ്ക്രൂകൾ അഥവാ ബോൾട്ടുകൾ, ചുറ്റും പ്ലാസ്റ്റിക് പാനലുകൾ എന്നിവ കാണും. ഹെഡ്ലാമ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്ന 1-2 സ്ക്രൂകൾ, ബോൾട്ടുകൾ, ചുറ്റും പ്ലാസ്റ്റിക് പാനലുകൾ എന്നിവ കാണും. ലൈറ്റ് അഴിച്ചെടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂകൾ മാറാതെ നോക്കണം. ദീർഘചതുരാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകൾ ഫിറ്റ് ചെയ്ത ഹീറോ ഹോണ്ട CD100 മോട്ടോർ സൈക്കിളിൽ 2 സൈഡിലും 2 വീതം ആകെ 4 ബോൾട്ടുകൾ ഉണ്ടാകും. രാത്രി ഡ്രൈവ് ചെയ്യാനായി ലൈറ്റ് ബീം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബോൾട്ടുകൾ ഉപയോഗിക്കുന്നു. ഇവ മാറ്റരുത്. 2 സൈഡിലുമുള്ള ഓരോ ചെറിയ ബോൾട്ടുകൾ ആണ് ലാമ്പിനെ ഫിറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇവയെ അഴിച്ചെടുക്കണം. എന്നിട്ട് ലെൻസ് റിം അസംബ്ലിയുടെ കീഴ്ഭാഗം ഉയർത്തി ഹെഡ്ലാമ്പ് ബോഡിയിൽ നിന്നും ഊരിയെടുക്കണം. ലെൻസ് റിം അസംബ്ലി തിരിച്ചു പിടിച്ച് അതിനുള്ള പുറകുവശം നമ്മെ ഫേസ് ചെയ്യുന്ന വിധം ആക്കണം. 3 പ്രോങ്സും 1 റിങ്ങും ഉള്ള ബൾബ് കണക്ടർ വയറുകൾ വലിക്കരുത്. ബൾബ് കണക്ടറിന് മുകളിൽ ഉള്ള റബ്ബർ ഡസ്റ്റ് കവറിന് മുറുക്കം ഉണ്ടെങ്കിൽ പതുക്കെ ഈ റബ്ബർ കവറിനെ 5-6 സെന്റിമീറ്റർ പുറകോട്ട് വലിക്കണം. എട്ടിലൊന്ന് ഭാഗം ഇടത്തോട്ട് കറക്കി അല്പം വലിച്ച് ബൾബ് കണക്ടർ ഊരിയെടുക്കണം. ബൾബിനറ്റത്ത് പിടിച്ച് അതിനെ ഊരണം. ബൾബിനുള്ള മെറ്റൽ റിമിൽ ഒരു സൈഡിൽ ഒരു ചെറിയ തള്ളൽ ഉണ്ട്. ഇതാണ് ഹോൾഡറിലുള്ള സ്ലോട്ടിലേക്ക് കയറുന്നത്. ബൾബ് വീണ്ടും ഇടുമ്പോൾ ഈ തള്ളി നിൽക്കുന്ന ഭാഗവും സ്ലോട്ടും ഒരേ ലൈനിൽ ആയിരിക്കണം. ബൾബും ഫിലമെന്റും ചെക്ക് ചെയ്യുക. ഫിലമെന്റ് പൊട്ടുകയോ ബൾബിനുള്ളിൽ നിറവ്യത്യാസമോ ഉണ്ടെങ്കിൽ ബൾബ് കേടായി. ബൾബ് ഹോൾഡറിൽ തുരുമ്പുണ്ടോ എന്നും വയറിങ്ങിൽ കേടോ മറ്റോ ഉണ്ടോ എന്നും നോക്കണം. ബൾബ് ഹോൾഡറും സർവീസ് ചെയ്യേണ്ടതുണ്ട്. ബൾബ് ഹോൾഡറും സർവീസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് വണ്ടിയുടെ ഉടമസ്ഥനെ അറിയിക്കണം. കേടായി എങ്കിൽ ഒരേ റേറ്റിംഗുള്ള പുതിയ ബൾബ് ഇടണം. ബൾബ് ഫിറ്റ് ചെയ്തിട്ട് മുൻപേ ഇരുന്ന പോലെ അസംബ്ലി അടയ്ക്കുക. ബൾബ് കണക്ടർ 3 പ്രോങ്സും ലൈനിലാക്കിയിട്ടും 8ൽ ഒരു ടേൺ വലത്തേക്ക് തിരിച്ചിട്ടും വേണം ഇത് ചെയ്യാൻ. മുകളിൽ നിന്നും തുടങ്ങി ലാമ്പും റിമ്മും ബോഡിയിലേക്ക് വീണ്ടും ഫിറ്റ് ചെയ്യണം. റിം അസംബ്ലി ഫിറ്റ് ചെയ്യുന്ന ബോൾട്ടുകൾ മുറുക്കണം. ശ്രദ്ധിക്കുക, ഹാലജൻ ലാമ്പുകൾ വലിയ ചൂടിൽ കത്തുന്നതുകൊണ്ട് തണുത്തതിനു ശേഷം വേണം അവ കൈകാര്യം ചെയ്യാൻ. ഇവ മാറ്റുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഉള്ളിൽ പ്രഷർ ഉള്ള ഗ്യാസ് ആയതുകൊണ്ട് തറയിൽ വീഴുകയോ അല്ലെങ്കിൽ പോറൽ പറ്റുകയോ ചെയ്താൽ അവ പൊട്ടിത്തകരും. ഇവയെ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിലുള്ള അടിഭാഗത്തു മാത്രമേ തൊടാവൂ. ഗ്ലാസ് കവറിൽ തൊടരുത്. കയ്യിലെ വിയർപ്പ്, ഓയിൽ എന്നിവ ഗ്ലാസ്സിലായാൽ ബൾബിന്റെ ലൈഫ് കുറഞ്ഞു പോകും. ചില പുതിയ വാഹനങ്ങളിൽ വെളിയിലെ റിം അസംബ്ലി ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒറ്റ യൂണിറ്റുള്ള ഹെഡ്ലൈറ്റ് അസംബ്ലിയാണ് ഉള്ളത്. സൈഡ് കവർ മാറ്റിയിട്ട് ബൾബ് മാറ്റാം. ടെയിൽ ലാമ്പ്, ബ്രേക്ക് ലൈറ്റ് എന്നിവ മാറ്റിയിടുന്ന വിധം. സ്ക്രൂകൾ അഴിച്ച് വെളിയിലെ ചുവന്ന കവർ മാറ്റുക. ഈ സ്ക്രൂകൾ ലാമ്പ് അസംബ്ലിയുടെ മുൻഭാഗത്ത് അല്ലെങ്കിൽ താഴെയോ ഒരു വശത്തോ ആയിരിക്കും.
ഈ സ്ക്രൂ അഴിച്ചാൽ ലെൻസ് മാറ്റി ബൾബ് സർവീസ് ചെയ്യാൻ സാധിക്കും. ബൾബ് മാറ്റാൻ അല്പം അകത്തേക്ക് തള്ളിയിട്ട് ഇടത്തേക്ക് തിരിച്ച് വലിച്ച് എടുക്കണം. ഫിലമെന്റ് പൊട്ടിയോ എന്നും ബൾബിൽ നിറവ്യത്യാസം ഉണ്ടോ എന്നും നോക്കുക. ബൾബ് ഹോൾഡറിൽ കേടോ തുരുമ്പോ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഉടമസ്ഥനെ അറിയിക്കണം. ആധുനിക ടെയിൽ ലാമ്പുകളിൽ 2 ഫിലമെന്റും 1 ബൾബും ഉണ്ടാകും. ഒരെണ്ണം ബ്രേക്ക് ലൈറ്റിനും മറ്റേത് ടെയിൽ ലാമ്പിനും ആണ്. 2 ഫിലമെന്റും ചെക്ക് ചെയ്യണം. കേടാണെങ്കിൽ ഒരേ റേറ്റിംഗുള്ള പുതിയ ബൾബ് ഇടണം. ടെയിൽ ലൈറ്റ് ലെൻസ് അല്പം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യുക. ലൈറ്റുകൾ അഥവാ ലാമ്പുകൾ എന്നിവയുടെ ദിശ അറിയാൻ. സിഗ്നൽ ലൈറ്റുകൾ ബ്രേക്ക് ലൈറ്റുകൾക്ക് സമാനമാണ്. ബൾബ് ചെക്ക് ചെയ്യാൻ ഡയറക്ഷൻ ലാമ്പിൽ ഉള്ള 2 സ്ക്രൂ അഴിച്ചിട്ട് ലെൻസ് ഊരി എടുക്കുക. ടെയിൽ ലാമ്പിന് ചെയ്ത പോലെ തന്നെ ഇവിടെയും ബൾബ് ഊരുക. രണ്ടും ഒരുപോലെ തന്നെ. ബൾബ് മാറ്റി ഫിലമെന്റ് പരിശോധിക്കുക. ബൾബ് സോക്കറ്റിലിട്ട് 8-1 ടേൺ വലത്തേക്ക് തിരിക്കുക. ശരിയായി ഫിറ്റ് ആകുമ്പോൾ ലെൻസും 2 സ്ക്രൂകളും വീണ്ടും ഇടുക. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ഉപകരണങ്ങളെല്ലാം യഥാസ്ഥാനത്ത് സൂക്ഷിക്കുക. ഇതോടുകൂടി ഈ സെഷൻ അവസാനിച്ചു. ഇവിടെ നാം ഒരു മോട്ടോർ ബൈക്കിലെ ബൾബുകൾ വിജയകരമായി ചെക്ക് ചെയ്ത് മാറ്റിയിട്ടു. ഞങ്ങളെപ്പോലെ നിങ്ങളും ഈ ക്ലാസ് ആസ്വദിച്ചു എന്ന് കരുതുന്നു. നന്ദി.